അഭിലാഷ് പി ഗോപിനാഥ് ചോദിക്കുന്നു, അവസാന ഫലം ഫൈനൽ റിസൾട്ട് വരുമ്പോഴേക്കും 3 ആംബുലൻസ് ഇങ്ങോട്ട് അയക്കേണ്ടി വരുമോ? നമ്മളെ കൊണ്ടുപോകാനാ? നിലവിളി ശബ്ദം നിലവിളി ശബ്ദം നമ്മൾ രണ്ടുപേരും നമ്മൾ വയലിനെടുത്തടിക്കും അല്ലേ? അങ്ങനെ വന്നാൽ അങ്ങനെ ആര് ജയിച്ചാലും നമ്മൾ അവരുടെ കൂടെയാ. എല്ലാ ഇലക്ഷനും നമ്മൾ അതല്ലേ പതിവ്. ജയിച്ചവരുടെ കൂടെയാ നമ്മൾ നിൽക്കുന്നത്. ലോകത്തിലെ ഏക TV ചാനൽ അതാ. പറയുന്നു പൂട പോയെടുത്ത് പൂട പോലും കാണാനില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, ഞാനല്ല, വേറെ പ്രേക്ഷകൻ പറഞ്ഞ് ഞാൻ വായിച്ചതാ. കൊണ്ട് നാട് മുടിഞ്ഞു. അതായത് ഈ എക്സിറ്റ് പോളുകൾക്ക് എന്തുകൊണ്ട് യഥാർത്ഥ ഫലം പ്രവചിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ഒരാൾ അതിന്റെ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. അതായത് ഈ 4-5 പാർട്ടികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ എക്സിറ്റ് പോളുകൾക്ക് കൃത്യമായി പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ഈ എക്സിറ്റ് പോളുകൾ നടത്തുന്നവർക്ക് ആ ഒരു ആസൂത്രണ മികവില്ലെങ്കിൽ ഈ ഹരിയാനയിൽ സംഭവിച്ചതിലുള്ള ദുരന്തം നാളെയും സംഭവിക്കും എന്ന് എക്സിറ്റ് പോളുകളെ തിരുത്തിക്കൊണ്ട് ചില സഫോളജിസ്റ്റുകൾ എന്ന് വെച്ചാൽ ആ വിദഗ്ധർ പറയുന്നുണ്ട്. അപ്പൊ ശരിയാണെന്ന് തോന്നുന്നു എസ് കെ ഒരു കുറിപ്പ്. കുറിപ്പനുസരിച്ച് ഇത് കൂട 41,077 വോട്ടുകൾക്ക് മുന്നിൽ. അത്രേ ഉള്ളൂ പ്രശ്നം. 8 റൗണ്ട് എണ്ണി കഴിഞ്ഞു. 17 8 റൗണ്ട് എണ്ണി കഴിഞ്ഞു. കൂട 41,000-ലധികം വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന് വാർത്ത വരുന്നു. യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ല കൂടയുടെ പ്രശ്നം. അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ തീരുമാനിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഹിമാലയം കയറിയിരുന്നു. അപ്പോൾ ആ ഹിമാലയത്തിന്റെ മുകളിൽ നിന്ന് അദ്ദേഹം താഴേക്ക് പതിച്ചു എന്നുള്ള വിഷമം കൊണ്ടാണ്, വേദന കനീഭവിച്ച ഒരു നിമിഷത്തിലാണ് കൂട വണ്ടിയിൽ കയറി വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇനിയിപ്പോൾ കൂട മടങ്ങി വരും എന്ന് വിശ്വസിക്കുന്ന പ്രേക്ഷകരൊക്കെ ഉണ്ട്. കോൺഗ്രസ് ഇപ്പോഴും ഹരിയാനയിൽ അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന യൂട്യൂബ് പ്രേക്ഷകരുണ്ട്, ഹരിയാനയിലെ കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ട്. നമ്മളൊക്കെ നിരാശപ്പെടുമെന്നൊക്കെ പറഞ്ഞു. നമുക്കെന്താ ഹരിയാനയിലെ BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു അവരവിടെ സർക്കാർ ഉണ്ടാക്കും. നയാബ് സിംഗ് സൈനി തന്നെ ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന് BJP സംസ്ഥാന അധ്യക്ഷന്റെ റിയാക്ഷൻ വന്നിട്ടുണ്ട് ഹരിയാനയിലും. അപ്പൊ അവിടെ ഏതാണ്ട് ഉറപ്പായി. അങ്ങനെ അവർ കരുതുന്നുണ്ടോ? വീട്ടിൽ പോയി കൂടെ മടങ്ങി വരുമെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ഈ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ആയി മാറി ഹരിയാന. അതെ, ഇത്രയും വലിയ ട്വിസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചില്ല അല്ലേ? ട്വിസ്റ്റോടെ മാത്രമല്ല മറ്റേ ഹാഷ്മി ആംബുലൻസ് വേണ്ടി വരുമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അവിടെ KC വേണുപോലെ അങ്ങോട്ടൊന്ന് പോയി അവിടെ KC വേണുപോലെ അനക്കമില്ലോ അവിടെ ഇറങ്ങുമ്പോഴേക്കും ഭരണം പോയ കാര്യം അറിയോ? അറിഞ്ഞൂടാ. എന്തായാലും SK 49-35 അവസ്ഥയിൽ നിൽക്കുകയാണ്. അവിടെ ഇപ്പൊ മൊത്തം എത്ര ഉണ്ടായിട്ടുണ്ടാവോ? ഒരു 10 എത്ര ഉണ്ടായെന്ന് അറിയാൻ വരുന്നുണ്ടോ? 7 റൗണ്ട് പൂർത്തിയായി. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഹരിയാനയിലെ കണക്കനുസരിച്ച് കോൺഗ്രസ് 46 BJP 44 ആ നിയമസഭാ മണ്ഡലങ്ങളുടെ സെഗ്മെന്റ് നോക്കിയാൽ ലീഡ് ചെയ്തത് ലോക്സഭയിൽ എന്ന് വെച്ചാൽ അവിടെ BJP അന്ന് ഭയങ്കര ഫൈറ്റ് നടത്തിയിരുന്നു. അപ്പോൾ ഈ 44 എന്ന് പറയുന്നത് വലിയ അത്ഭുതമില്ല, അല്ലെ 49 എന്ന് പറയുന്നത് വലിയ അത്ഭുതമില്ല. ആ കണക്ക് വെച്ച് നോക്കിയാൽ കോൺഗ്രസ് കുറച്ച് പുറകിലേക്ക് പോയി. അന്ന് 46 കോൺഗ്രസും 44 BJP ആയിരുന്നു. 5 സീറ്റ് അപ്പോൾ BJP അവരുടെ ഹോൾഡ് ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ. അല്ല, പക്ഷെ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വേറെ മോദി പാട്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് നിയമസഭയിലേക്ക് എത്തുമ്പോഴേക്കും അത് ബാധിക്കില്ല. ലീഡ് 3654 വോട്ടുകളായി ഉയർന്നിരിക്കുന്നു. തരിഗാമിയെ കുറിച്ച് പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്. തരിഗാമിയുടെ അപ്ഡേറ്റ്സ് വേണം. തരിഗാമി അല്ലേ അവരുടെ ആശ്വാസത്തിന്റെ തരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഉറപ്പായും അവിടെ തരിഗാമിയെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ തരിഗാമിക്ക് ആ വല്ലാത്ത വെല്ലുവിളിയെ കുറി ഇപ്പൊ റാഷിദ് എഞ്ചിനോ ജമാഅത്തെ ഇസ്ലാമി ചെറിയ കക്ഷികൾ വലിയ എല്ലാവരുടെ കൂടി തരിഗാമി കുതിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തരിഗാമി തിളങ്ങുന്നു. കാശ്മീരിലെ ജ്യോതിഷ് മണ്ണാർക്കാട് പറയുന്നു തോറ്റവരുടെ കൂടെയും നിൽക്കണം SK. അവരാണ് ചരിത്രം എഴുതിയിട്ടുള്ളത്. എഴുതിക്കോട്ടെ. നമ്മൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ ജയിച്ചവരുടെ കൂടെ അല്ലേ നിൽക്കാൻ പറ്റൂ അല്ലേ? അല്ലാതെ പരാജയപ്പെട്ടവരോട് നമ്മുടെ മനസ്സുണ്ട്. തീർച്ചയായിട്ടും കാര്യം അതൊക്കെ മാറ്റി ജനാധിപത്യത്തിൽ ജനങ്ങൾ വിധി എഴുതി. ആ വിധിയാണ് നമ്മൾ വായിക്കുന്നത്. അല്ല, ജനങ്ങളോട് നമുക്ക് ബഹുമാനമുണ്ട്, ആ വിധിയിലും ബഹുമാനമുണ്ട് അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.